നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം തിരുലിഖിതം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, പുത്രനെ അനുസരിക്കാത്തവനോ ജീവൻ ദർശിക്കുകയില്ല. അവൻ്റെ മേൽ ദൈവകോപം ഇരിക്കുന്നു എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 14-ാം തിരുലിഖിതം. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ജനക്കൂട്ടങ്ങളെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നോളം ദൈവവചന ശുശ്രൂഷ കേൾക്കാൻ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വന്നിട്ടുള്ളവരെ കണ്ടപ്പോൾ അനുകമ്പ തോന്നിയ ദൈവമായിട്ടാണ് യേശുക്രിസ്തുവിനെ സുവിശേഷവും തിരുസഭയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനായിൽ യേശു കർത്താവ് വചനം പ്രസംഗിച്ചുകൊണ്ട് നടന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ജനക്കൂട്ടങ്ങൾ വന്ന് ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ അവന് മനസ്സലിവ് തോന്നി, അവന് അനുകമ്പ തോന്നി, അവന് ദയ തോന്നി. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നും ഇങ്ങനെ തന്നെയാണ് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവവചനം കേൾക്കാൻ ടെലിവിഷന് മുമ്പിൽ കൂടുന്നവരാണെങ്കിലും, ദൈവവചനം കേൾക്കാൻ കൺവെൻഷൻ ഗ്രൗണ്ടുകളിലേക്ക് പോകുന്നവരാണെങ്കിലും, ദൈവവചനം കേൾക്കാൻ ധ്യാന കേന്ദ്രങ്ങളിലേക്കും ദേവാലയങ്ങളിലേക്കും പ്രാർത്ഥനാ കൂട്ടായ്മകളിലേക്കും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്കൊക്കെ പോകുന്നവരാണെങ്കിലും, വചനം കേൾക്കാൻ വേണ്ടി പോകുന്നവരോട് യേശു ക്രിസ്തുവിന് വലിയ മനസ്സലിവുണ്ട്. ഈ കാര്യം വെളിപ്പെടുത്താൻ 2011 ജനുവരി മാസത്തിൽ കൂനമാവ് കൺവെൻഷന് വേണ്ടി കൂനമാവ് ദേശത്ത് ചെന്നപ്പോൾ ഒരു സഹോദരി സ്റ്റേജിലേക്ക് വന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ, ആ ദൈവ പൈതൃക അനുഭവം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സഹോദരി 2011 ജനുവരിയിൽ കൂനമാവ് സ്റ്റേജിൽ വന്ന് ആ സാക്ഷ്യം പറയുകയും അത് എഴുതി എൻ്റെ കയ്യിൽ തരികയും ചെയ്തപ്പോൾ 2010 ജനുവരിയിൽ കൂനമാവ് കൺവെൻഷനിൽ വചനം കേട്ടപ്പോണ്ടായ അനുഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ പേര് ഫിലോമിന, തുണ്ടത്തും കടവിലാണ് വീട്. എനിക്ക് 20 വർഷമായി വേരിക്കോസ് വെയിൻ നിമിത്തം കഠിന വേദനയായിരുന്നു. ഉപ്പൂറ്റി മുതൽ മുകളിലേക്ക് അസഹ്യമായ വേദന കൊണ്ട് പൊളയുന്ന ഒരു വ്യക്തിയായിരുന്നു. 2010 അഭിഷേകാഗ്നി കൺവെൻഷൻ്റെ ആ ദിവസങ്ങൾക്ക് തൊട്ട് മുമ്പ് 2 മാസമായി ഞാൻ കിടപ്പിലായിരുന്നു. ഒരു മിനിറ്റ് പോലും എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2010 കൺവെൻഷൻ്റെ ആ ദിവസങ്ങളിൽ രോഗികളുടെ സെക്ടറിൽ വന്ന് കിടന്നാണ് ധ്യാനം കൂടിക്കൊണ്ടിരുന്നത്. ധ്യാനം കൂടി അവസാന ദിവസം രോഗികളുടെ സെക്ടറിൽ ബെഞ്ചിൽ കാല് നീട്ടി വെച്ച് കടന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൽ നിന്ന് ഇതാ അച്ഛൻ അനൗൺസ് ചെയ്യുന്നത് കേട്ടു. ശരീരവേദനയും ഉപ്പുറ്റി വേദനയും തളർന്നിരിക്കുന്നവരുമായ 1000-ലധികം വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നുവെന്ന് പറയണത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ തന്നെ ഞാൻ യേശുവേ എന്ന് വിളിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ ശരീരം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഞാൻ കണ്ണുനീരോടെയാണ് ആ പ്രാർത്ഥന പൂർത്തിയാക്കിയത്. പിന്നീട് ഇന്ന് വരെ എനിക്ക് ആ രോഗത്തിൻ്റെ പീഡ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നോക്കുക, 20 വർഷത്തോളമായി വേരിക്കോസ് വെയിൻ വന്ന് പൊട്ടി ഒഴുകി അത് തകർന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ കിടന്ന കിടപ്പിൽ ധ്യാനം കൂടിയ വ്യക്തിയാണ്. ഈ 2011 കൺവെൻഷൻ വന്നിട്ട് പറയാണ്, കഴിഞ്ഞ 1 വർഷമായി അത് വിട്ടുപോയി, പിന്നെ അതിനെ അലട്ടിയിട്ടില്ല അത് രോഗം.
അതുമാതിരി യേശു ആ ശരീരത്തിൽ നിന്ന് വേരിക്കോസ് വെയിൻ എടുത്തു മാറ്റി സൗഖ്യം നൽകി. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് രണ്ട് കരങ്ങൾ തുറന്നു പിടിക്കാം. ഇതാ അത്ഭുതകരമായ കരുണയുള്ള ദൈവം അത്ഭുതകരമായ ശക്തിയെ നമ്മുടെ മധ്യത്തിലേക്ക് അയക്കുകയാണ്. വിശുദ്ധ ലിഖിതത്തിൽ യോഹന്നാന്റെ സുവിശേഷം 3:34 ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:22 അവൻ അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ജോയേൽ പ്രവചനത്തിൽ 2:28 അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. അന്ന് എൻ്റെ ദാസന്മാരുടെ മേലും എൻ്റെ ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഓരോ മകനും മകളും വലിയ ആഗ്രഹത്തോടെ ഈ ആത്മാവിന് നിറവിന് വേണ്ടി ദാഹിക്കട്ടെ. ഉറക്കെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ദാഹിച്ച് ദാഹിച്ച് അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ, മരവിപ്പ് മാറട്ടെ, മന്ദത മാറട്ടെ, കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി ജ്വലിക്കട്ടെ, ഹൃദയങ്ങൾ ഉണരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹോളി സ്പിരിറ്റ്, കരങ്ങൾ ഉയർത്തി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ മണിക്കൂറിൽ ഓരോ ദാസന്റെ മേലും ഓരോ ദാസിയുടെ മേലും കൃപയുടെ ആത്മാവിനെ നിവേശിപ്പിക്കണമേ. ഓ സൗഖ്യത്തിന്റെ ആത്മാവിനെ നിവേശിപ്പിക്കണമേ, വിശ്വാസത്തിന്റെ ആത്മാവിനെ നിവേശിപ്പിക്കണമേ, വചനത്തിന്റെ ആത്മാവിനെ അയക്കണമേ. ക്ഷീണങ്ങൾ മാറട്ടെ, മരവിപ്പ് മാറട്ടെ, മന്ദത മാറട്ടെ, ഉണർവിന്റെ അഭിഷേകം നിറയട്ടെ, ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ. എല്ലാ അന്ധകാരങ്ങളും യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ ഇപ്പോൾ ഛിന്നഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ 14 14 തിരുലിഖിതം, അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ജനക്കൂട്ടത്തെ കണ്ട് അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിൻ്റെ മനസ്സലിഞ്ഞ് ഉടനെ യേശു ചെയ്തത് എന്താ? ആ തകർന്ന മനുഷ്യരോട്, ആ തകർന്ന കുടുംബങ്ങളോട് വളരെ അലിവോടെ ഇടപെടുകയാണ്. രോഗികളെ അവൻ വേഗം വേഗം സുഖപ്പെടുത്തി. ഹല്ലേലൂയ. 2 കാര്യങ്ങൾ ഈ തിരുലിഖിത ഭാഗത്ത് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. ഒന്ന്, ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അനുകമ്പ തോന്നി. അനുകമ്പ, ദയ, അലിവ് തോന്നി. അലിവ്, അവൻ്റെ മനസ്സ് അലിഞ്ഞു എന്ന് മറ്റൊരു ഭാഗത്തും നാം വായിക്കുകയാണ്. ബൈബിളിൽ ഈ അനുകമ്പ, അലിവ് എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ മാറോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനോട്, അല്ലെങ്കിൽ പാല് കുടിക്കാൻ വരുന്ന ഇളം പൈതലിനോട്, അല്ലെങ്കിൽ സ്വന്തം ഗർഭത്തിൽ കിടക്കുന്ന ഒരു ശിശുവിനോട് അമ്മയ്ക്ക് തോന്നുന്ന ആ അലിവ്, ആ വാത്സല്യത്തെ, ആ എല്ലാ തരത്തിലുള്ള മനോജ്ഞങ്ങളായ വികാരങ്ങളുടെ ആ നിറക്കൂട്ടിനെയാണ് ഈ അനുകമ്പ അല്ലെങ്കിൽ അലിവ് എന്ന് പറയുന്നത്. ഈശോയ്ക്ക് തോന്നിയ, ജനത്തോട് തോന്നിയ ആ വികാരം, ഈ അനുകമ്പ, ഈ അലിവ് എന്ന ആ ഒരു മനോഭാവം, ആ സ്നേഹമാണ്. ഹല്ലേലൂയ. അന്നും ഇന്നും ദൈവ വചനം കേൾക്കാൻ വരുന്നവരോടാണ് ഈ അലിവ് ഈശോയ്ക്ക് തോന്നിയത്.
ഹല്ലേലൂയ. ദൈവവചനം കേൾക്കാൻ വേണ്ടി അവൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണിരുന്ന ദൈവരാജ്യത്തിൻ്റെ വചനങ്ങൾ കേൾക്കാൻ വേണ്ടി ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിച്ചു. അവരോട് യേശുവിന് അലിവ് തോന്നി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാൾ ഈശോയുടെ അമ്മയും സഹോദരന്മാരും ഇതാ ഈശോയെ കാത്തു നിൽക്കുന്നുവെന്ന് ചിലർ യേശുവിനെ അറിയിച്ചപ്പോൾ യേശു അവരോട് എന്താ മറുപടി പറഞ്ഞത്? ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? തൻ്റെ ചുറ്റും തീരുന്ന ആ ശിഷ്യന്മാരെ ഈ സമൂഹത്തിന് ചൂണ്ടി പറഞ്ഞു, ഇവരാണ് ദൈവരാജ്യത്തിൻ്റെ വചനങ്ങൾ, ഇവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. വചനം കേൾക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നവരോട് യേശുവിന് എന്നും ഒരു ബഹുമാനം, ഒരു സ്നേഹം, ഒരു അനുകമ്പ നിറഞ്ഞ അനുകമ്പാർദ്രമായ ഒരു സ്നേഹം ഉണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ഇന്നും ദൈവവചനം കേൾക്കാൻ പോകുന്നവരോട് യേശുവിന് ഈ അലിവുണ്ട്. ഒരു ദൈവ പൈതൽ ഈ കാലഘട്ടത്തിൽ ദൈവവചനം കേൾക്കാൻ പോയപ്പോൾ യേശു എങ്ങനെയാണ് ദൈവ പൈതലിന് ഇടപെട്ടതെന്ന് എഴുതി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് മരിയ റൊസാൻഡോ. എനിക്ക് 14 വയസ്സ് പ്രായം. എൻ്റെ പ്രശ്നം, ഞാൻ ചെറുപ്പത്തിൽ ഓർമ്മ വെച്ച അന്ന് തൊട്ട് ഇന്ന് വരെ ഉറക്കത്തിൽ അറിയാതെ മൂത്രമൊഴിക്കുന്ന അവസ്ഥയുടെ ബന്ധനത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ദേശത്ത് 2010 ജനുവരി മാസത്തിൽ അട്ടപ്പാടിയിൽ നിന്നുള്ള സെഗിയോൺ ടീമിൻ്റെ ദൈവവചന കൺവെൻഷൻ, അഭിഷേകാഗ്നി കൺവെൻഷൻ വന്നത്. ആ കൺവെൻഷനിലേക്ക് അമ്മയോടൊപ്പം ഞാനും പോയി യേശുവിൻ്റെ നാമത്തെ വിളിച്ച് 5 ദിവസം തുടർച്ചയായിട്ട് ഞങ്ങൾ വചനം കേട്ട്. അത്ഭുതമെന്ന് പറയട്ടെ, ആ കൺവെൻഷൻ ദിവസങ്ങളിൽ എൻ്റെ ആ 14 വയസ്സ് വരെ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ആ രോഗാവസ്ഥ, ആ ശാരീരികാവസ്ഥ പരിപൂർണമായി എൻ്റെ യേശു എടുത്തു മാറ്റി എനിക്ക് സൗഖ്യം തന്നു. ആ കൺവെൻഷന് ശേഷം, 2010 കൺവെൻഷന് ശേഷം പിന്നെ ഇന്ന് വരെ ഒരിക്കൽ പോലും രാത്രിയിൽ ഉറക്കത്തിൽ കിടന്ന് കിടക്കയിൽ മൂത്രമൊഴിക്കേണ്ട ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ യേശുവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ആ ഒരു കുട്ടി ആ വേദനയോടെ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് ഒന്ന് വചനം കേട്ടപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനക്കൂട്ടത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവരുടെ ഇടയിലെ രോഗികളെ സുഖപ്പെടുത്തിയ കർത്താവ് അതേപോലെ ഈ 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ചെന്ന് ഈ കുട്ടിയുടെ മനോവേദന എടുത്തു മാറ്റി ശാരീരിക സൗഖ്യം നൽകി അനുഗ്രഹിച്ച് ഭവനത്തിലേക്ക് പറഞ്ഞയച്ച്. മരിയ റൊസാൻഡോ മറ്റൊരു അനുഭവം കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. എൻ്റെ അമ്മാമ്മയ്ക്ക് 3 വർഷമായി പാർക്കിൻസൺസ് രോഗമായിരുന്നു. വൈദ്യശാസ്ത്രത്തിൽ ഈ രോഗത്തിന് മരുന്നില്ല. ഞങ്ങൾ 4 സഹോദരങ്ങൾ 2010 ഡിസംബർ 26 തൊട്ട് 31 വരെ അട്ടപ്പാടി സെഗിയോൺ ധ്യാന കേന്ദ്രത്തിൽ നടന്ന യുവജന ധ്യാനത്തിൽ പങ്കെടുത്തു. ഈ കുട്ടി അമ്മാമ്മയ്ക്കുള്ള ഈ പാർക്കിൻസൺസ് രോഗം ഇങ്ങനെ എപ്പോഴും തലയിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന ആ രോഗം കണ്ട് മനമെടുത്ത് ഈ കുട്ടി മറ്റ് സഹോദരങ്ങളോട് 4 പേര് യുവജന ധ്യാനത്തിൽ വന്ന് പങ്കുചേർന്നു. ആ ധ്യാനത്തിൽ വെച്ച് അമ്മാമ്മയുടെ കാര്യം യേശുവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് ധ്യാനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ അമ്മാമ്മയുടെ വർഷങ്ങളായുള്ള 3 വർഷത്തിലധികമായുള്ള പാർക്കിൻസൺസ് രോഗം വിട്ടുമാറി അമ്മാമ്മ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നതാണ് ഞങ്ങൾ തിരിച്ചു ചെന്നപ്പോൾ വീട്ടിൽ കണ്ടത്. പിന്നീട് ഇന്ന് വരെ ആ രോഗം എൻ്റെ അമ്മാമ്മയെ അലട്ടില്ല, പൂർണ്ണമായും അത് വിട്ടുപോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കുക, 2000 വർഷങ്ങൾക്ക് മുമ്പ് വചനം കേൾക്കാൻ വന്ന ആ ദൈവമക്കളോട് എങ്ങനെ മനസ്സലിവേശ് കാണിച്ചുവോ അതേപോലെ ഇന്നും ഈശോ വചനം കേൾക്കാൻ വരുന്നവരോട് വലിയ മനസ്സലിവോടെ ഇടപെടുന്ന കാഴ്ചയാണ് കൺവെൻഷൻ ഗ്രൗണ്ടുകളിലും ദൈവവചന ശുശ്രൂഷകളിലും ധ്യാനങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള 10,000 അനുഭവങ്ങൾ ദൈവജനത്തിന് ഇന്ന് പറയാനുണ്ട്. ബൈബിളിൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം അതിൽ 40 മുതലുള്ള തിരുലിഖിതങ്ങൾ. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറിപ്പോയി, അവന് ശുദ്ധി വന്നു. ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ വേദന കൊണ്ട് അവനെ നിലവിളിച്ചപ്പോൾ വിശുദ്ധ ലിഖിതം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവന് കരുണ തോന്നി, അവന് അലിവ് തോന്നി.
അനുകമ്പ തോന്നി അവനെ തൊട്ട് അത്ഭുതം സംഭവിച്ചു. ഹല്ലേലൂയ. കുഷ്ഠരോഗികളോട് മനസ്സലിഞ്ഞു. ഒരുപാട് ജീവിതഭാരങ്ങളോട് ഇരിക്കുന്ന ആളുകളെ ബൈബിളിൽ കാണുന്നുണ്ട്. അവരെ കണ്ടപ്പോഴും ഈശോയുടെ മനസ്സലിഞ്ഞിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 28-ാം തിരുലിഖിതത്തിൽ ഈശോ പഠിപ്പിക്കുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അരികിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വീണ്ടും വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 35 മുതൽ 38 വരെയുള്ള തിരുലിഖിതങ്ങൾ, യേശു അവരുടെ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചും അവരുടെ കൂടെ വ്യാപരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയരില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി. യേശു ഈ ജനത്തിൻ്റെ വേദന ഇടപെടാൻ വേണ്ടി, ഈ ജനത്തിൻ്റെ ശുശ്രൂഷകരെ അയക്കാൻ വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാൻ പോലും ശ്ലീഹന്മാർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ യേശു മാത്രം പോരാ, വേറെ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ഈ ജനങ്ങൾക്ക് വേണ്ടി ഇടപെടണം, ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവരുടെ രോഗങ്ങൾക്ക് വേണ്ടി ഇടപെടണം, കുടുംബങ്ങൾക്ക് വേണ്ടി ഇടപെടണം, പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇടപെടണം. ഈ ജനത്തോട് അലിവ് തോന്നിയ യേശു ഇവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ആയിരക്കണക്കിന് വേലക്കാരെ അയക്കാൻ വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാൻ ആ ഹൃദയത്തിൽ നിന്ന് നൈസർഗികമായ അലിവ് ഒഴുകി ശ്ലീഹന്മാരോട് നിർദ്ദേശിക്കുകയാണ്. ഹല്ലേലൂയ. രോഗികളെ കണ്ടപ്പോൾ അലിവ് തോന്നി, ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ അലിവ് തോന്നി, വലിയ ഭാരങ്ങളിരിക്കുന്നവരെ കണ്ടപ്പോൾ അലിവ് തോന്നി എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ് അവരരികിലേക്ക് പോകുന്ന ഈശോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 23 മുതൽ 28 വരെ വാക്യങ്ങളിൽ മറ്റൊരു രംഗം കാണാം. യേശു വലിയൊരു ജനക്കൂട്ടത്തോടു കൂടെ ഇതാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്ലീഹന്മാർ കതിരുകൾ പറിച്ച് തിന്നാൻ തുടങ്ങി. അപ്പോൾ പലരും അവരെ കുറ്റപ്പെടുത്തി. ശ്ലീഹന്മാർ പിടിക്കപ്പെട്ട് അവരെ ദുഷിവാക്കുകൾ കേൾക്കേണ്ടി വന്നു. അപ്പോൾ യേശു ആ കാര്യത്തിൽ എത്ര കരുണയോടെയാണ് ഇടപെടുന്നതെന്ന് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 23 മുതലുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു സാബത്ത് ദിവസം അവൻ വിളഞ്ഞു കിടക്കുന്ന ഒരു വയലിലൂടെ പോവുകയായിരുന്നു. പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിക്കാൻ തുടങ്ങി. ഫരീസയർ അവനോട് പറഞ്ഞു, സാബത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട്? ഈശോ അവരെ ആശ്വസിപ്പിച്ച് എന്നിട്ട് ഈശോ പറയാണ്, സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല, മനുഷ്യപുത്രൻ സാബത്തിൻ്റെ ഈ കർത്താവാണ് എന്ന് പറഞ്ഞ് ഈ ശ്ലീഹന്മാരെ സംരക്ഷിച്ച് ആ ശ്ലീഹന്മാരോടൊരു പ്രത്യേക അലിവ് കാണിക്കുന്ന യേശുവിനെ കാണുകയാണ്. പാപത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ തകർച്ചയിൽ, എന്തെങ്കിലും തരം അബദ്ധത്തിൽ വീണുപോയ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയോട് പോലും ഈശോ അലിവോടെ ഇടപെടുകയാണ്, അലിവോടെ അവരെ കാണുകയാണ്. അവരുടെ ആ ഒരു ഹ്യൂമൻ സിറ്റുവേഷൻ, അവരുടെ മനുഷ്യജീവിതത്തിലെ ആ ഒരു പ്രത്യേക സങ്കീർണ സാഹചര്യം മനസ്സിലാക്കി അലിവോടെ ഇടപെടുന്നൊരു യേശുവിനെയാണ് ബൈബിളിൽ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം, പാപിനിയായ ഒരു സ്ത്രീയെ അവർ പിടിച്ചു കൊണ്ടുവന്ന് യേശുവിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന്, എന്നിട്ട് ഇവളെ കല്ലെറിയണമെന്നാണ് മോശയുടെ നിയമം വിധിച്ചിരിക്കുന്നത്, ഇവളെ ഇപ്പോൾ കൊല്ലട്ടെ എന്ന് പറഞ്ഞ് കല്ലെറിയാൻ വേണ്ടി ആക്രോശിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ജനത്തിന് മുമ്പിൽ ആ പ്രത്യേക സങ്കീർണ സാഹചര്യത്തിൽ ഒരുപക്ഷെ ആ വ്യഭിചാരിണി, ഒരുപക്ഷെ ആ പാപത്തിന് അടിമയായ ആ ഒരു വ്യക്തിക്ക് അതിന് കാരണമായ ഒരുപാട് പ്രത്യേക സങ്കീർണ സാഹചര്യങ്ങളുണ്ടാകാം. അതിൻ്റെ മനസ്സിൻ്റെ നിലപാടുകളോ ഘടനകളോ സങ്കീർണമായ വിധത്തിലായിരിക്കാം. എന്തെങ്കിലും ചില പ്രത്യേക അവസ്ഥ കൊണ്ടായിരിക്കും അത് പക്ഷേ അങ്ങനെയായി തീർന്നത്. ആ സങ്കീർണ സാഹചര്യത്തിൽ സകല സമൂഹാംഗങ്ങളുടെ മുമ്പിൽ കുറ്റം വിധിക്കപ്പെടേണ്ടവളായ ആ വ്യക്തിയുടെ ആ സങ്കീർണ ജീവിത സാഹചര്യത്തോട് മനസ്സലിവ് കാണിക്കുന്ന യേശുവിനെയാണ് പിടിക്കപ്പെട്ട ആ വ്യഭിചാരിണിയുടെ പാപത്തിൽ കുറ്റം വിധിക്കാതെ നിൽക്കുന്ന യേശുവിൽ കാണുന്നത്. എന്നിട്ട് യേശു യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുകയാണ്, മകളെ, ആരും നിന്നെ വിധിച്ചില്ലേ? ഞാനും നിന്നെ വിധിക്കുന്നില്ല. നീ സമാധാനത്തോടെ പോവുക. കൂടുതൽ മോശമായി സംഭവിക്കാതിരിക്കാൻ, നീ മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു നിർദ്ദേശം കൊടുത്ത് കരുണ കാണിക്കുന്ന യേശുവിനെയാണ് നാം അവിടെ കാണുന്നത്. ഈ ദൈവം
എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം തിരുലിഖിതം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, 2 കരങ്ങളും തുറന്നു പിടിക്കാം. നമ്മുടെ കഠിനമായ ഹൃദയം, കാർക്കശ്യ സ്വഭാവം, പിടിവാശി, മുറിപ്പെടുത്തുന്ന പ്രകൃതം, എല്ലാ അവസ്ഥകളിലേക്കും, മരവിച്ച ഹൃദയത്തിലേക്ക്, സ്നേഹം വറ്റിപ്പോയ അന്തരംഗത്തിലേക്ക്, ഓ കരുണയുടെ ദൈവമേ, കരുണാർദ്ര ഭാവങ്ങൾ നിറയ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം വറ്റിവരണ്ട ഹൃത്തിൽ ജീവജലമായി നിറയണമേ ദൈവമേ. സ്നേഹം വറ്റിവരണ്ട ഹൃത്തിൽ ജീവജലമായി നിറയണമേ. സ്പർശിക്കണമേ കർത്താവേ. ഭാവിനാലേ ഉറകൂട്ടണേ പിതാവേ. ആത്മീയ ജീവൻ പകരണമേ. ആത്മാവിനാലേ ഉറകൂട്ടണേ. പ്രാർത്ഥിക്കുന്നു. ആത്മീയ ജീവൻ പകരണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൃപയായി നീ എന്നിൽ നിറയണമേ. നിറയണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൃപയായി നീ എന്നിൽ നിറയണമേ. കൃപയായി നീ എന്നിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. കുടുംബാംഗങ്ങൾ, കുടുംബനാഥൻ, കുടുംബനാഥ, മക്കള്, സമൂഹം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹൃദയത്തിൻ്റെ ഓരോ മേഖലകളിലേക്ക് നിറയണമേ. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് നിറയണമേ. സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് നിറയണമേ. പറ്റി വരണ്ടുപോയ ഹൃദയങ്ങളിലേക്ക് നിറയണമേ. കരുണ നഷ്ടപ്പെട്ടു പോയ ഹൃദയങ്ങളിലേക്ക് നിറയണമേ. കഠിനമായ ഹൃദയങ്ങളിലേക്ക് നിറയണമേ. ദുർവാശി നിറഞ്ഞ ഹൃദയങ്ങളിലേക്ക് നിറയണമേ. ദുർസ്വഭാവങ്ങൾ നിറഞ്ഞ ഹൃദയങ്ങളിലേക്ക് നിറയണമേ. സ്നേഹം മങ്ങിപ്പോയ ഹൃദയങ്ങളിലേക്ക് നിറയണമേ. കരങ്ങൾ ഉയർത്തി ദാഹിച്ച് ദാഹിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനമെന്നിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനമെന്നിൽ ചൊരിയണമേ. സ്നേഹം വറ്റിവരണ്ട ഹൃത്തിൽ ജീവജലമായി നിറയണമേ. സ്നേഹം വറ്റിവരണ്ട ഹൃത്തിൽ ജീവജലമായി നിറയണമേ. ആത്മാവിനാലേ ഉറകൂട്ടണേ. സൗഖ്യം നൽകണമേ. ആത്മീയ ജീവൻ പകരണമേ. ആത്മാവിനാലേ ഉറകൂട്ടണേ. ആത്മീയ ജീവൻ പകരണമേ. ആത്മീയ ജീവൻ പകരണമേ. ആത്മീയ ജീവൻ പകരണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ മാറാനാത്ത. Come, Lord Jesus. യേശു പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും പിതാവിനെ വിളിക്കട്ടെ.
സ്വർഗീയ രാജാവിനെ വിളിക്കട്ടെ. പിതാവേ പിതാവേ പിതാവേ, ഉറക്കെ വിളിക്കട്ടെ, പിതാവേ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ഹൃദയം നുറുങ്ങി. ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ആബാ പിതാവേ. പിതാവേ, പിതാവേ. പിതാവേ. ഹല്ലേലൂയ മാറാനാത്ത. Come, Lord Jesus.